നമ്മുടെ രണ്ട് ചാനലായിട്ടുള്ള ഗ്ലോബൽ മലയാളി ന്യൂസിലും ഈ സുഭാഷിതത്തിലും ഒരുപക്ഷെ ഈ ചാനൽ രണ്ട് ചാനലിലും മാത്രം മറ്റൊരു ചാനലിലും സീരിയസ് ആയി ചർച്ച വരാതെ വാർത്തകൾ പോലും വരാതിരുന്ന ഒരു വിഷയമായിരുന്നു പെൻഷൻ പ്രായം കൂട്ടുമെന്നുള്ളത്. ഇപ്പോഴിതാ ധവളപത്രം കൊടുത്തിരിക്കുന്ന ഏജൻസി അല്ലെങ്കിൽ കമ്മിറ്റി KM ചന്ദ്രശേഖരൻ, അതായത് പഴയ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള KM ചന്ദ്രശേഖരൻ ചെയർമാനായും CDSലെ ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗുലാത്തി ടാക്സേഷൻ സ്റ്റഡീസ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടറൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ കമ്മിറ്റി, പ്രമുഖരുടെ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ വളരെ കൃത്യമായ ഒരു ശുപാർശ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. അതിന് 56 എന്നുള്ളത് 57 ആക്കുമോ 58 ആക്കുമോ എന്നുള്ളത് മാത്രമേ തർക്കമുള്ളൂ. 60 ആക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ 57 അല്ലെങ്കിൽ 58 പെൻഷൻ പ്രായം കൂട്ടാനുള്ള ശുപാർശ വന്നിട്ടുണ്ട്. ഇനി അത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആവേശം നൽകുന്നതാണ്. എന്നാൽ മറ്റൊരു നിർദ്ദേശം കൂടെയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാറ്റേണിൽ 10 വർഷമാക്കണം ശമ്പള പരിഷ്കരണം എന്നുള്ളത്. ഇത് കുറച്ച് കാലമായി ഇവിടെ അടിക്കുന്നൊരു വിഷയമാണ്. ഈ പെൻഷൻ പ്രായത്തിൻ്റെത് ഇതുപോലെ തന്നെ നേരത്തെ ധനകാര്യ കമ്മീഷനൊക്കെ ഇത് പറഞ്ഞായിരുന്നു. പെൻഷൻ പ്രായം കൂട്ടണം, 10 വർഷത്തിലൊരിക്കലാക്കണം ശമ്പള പരിഷ്കരണം വന്നു. അത് വന്നാൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഉൾക്കൊള്ളുമെന്നറിയില്ല. ഇപ്പോൾ 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണമുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൽ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം ആണെങ്കിലും നല്ല പേ മാറാറുണ്ട്. സാലറി പാരിറ്റി വളരെ വ്യത്യാസം വരാറുണ്ട്. അതുകൊണ്ട് 10 വർഷമാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. 5 വർഷമായിട്ടുള്ളത് ജീവനക്കാർ സമ്മതിക്കുമോ, അതോ ഇനി അതിൻ്റെ പേരിൽ കൊടിയ സമരം വരുമോ? എന്നിപ്പോൾ പെട്രോൾ വില വർധനവിനെതിരെ ഇന്ന് വലിയ സമരമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി സമരം വരുമോ എന്നറിയില്ല. എന്തായാലും പെൻഷൻ പ്രായം കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 10 വർഷത്തിലൊരിക്കൽ മതി ശമ്പള പരിഷ്കരണം എന്ന് പറയുന്ന ഒരു തീരുമാനവും ഒരു നിർദ്ദേശവും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുപാട് നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പല കോർപ്പറേഷനുകളും ഒന്നിപ്പിക്കുന്നതിനെക്കുറിച്ച്, ചില കോർപ്പറേഷനുകൾ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച്, മെർജ് ചെയ്യുന്നതിനെക്കുറിച്ച്, അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ വന്നിരിക്കുന്നു. പക്ഷേ ഒരു മുന്നണി ഗവൺമെൻറ് സംവിധാനത്തിൽ മുന്നണിയിലെ വിവിധ പാർട്ടികൾക്ക് കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനമൊക്കെ കിട്ടാൻ പോകുന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കുറയ്ക്കുമോ, ലയിപ്പിക്കുമോ? കാരണം ലയിപ്പിച്ചാൽ ഒരു MD സ്ഥാനം ഇല്ലാതാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ചെയർമാൻ സ്ഥാനം ഇല്ലാതാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ലയിപ്പിക്കുമോ എന്നുള്ള കാര്യം വീണ്ടും സംശയമാണ്. കാരണം 10 വർഷത്തിന് ശേഷമാണ് UDFന് അധികാരം കിട്ടുന്നത്. 5 വർഷമാണെങ്കിൽ പിന്നും സഹിക്കാം. 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് അധികാരം കിട്ടിയ UDFന് അവർക്ക് കിട്ടുന്ന ഘടകകക്ഷികൾക്കും, ഇപ്പോൾ ലീഗിനായാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനായാലും അതുപോലെ തന്നെ CMPക്കായാലും മറ്റ് ഘടകകക്ഷികൾക്കായാലും കിട്ടുന്ന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനമോ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനമോ ഒക്കെ അവർ കളയുമോ എന്നുള്ളത് ഒരു സംശയമാണ്. അതിന് സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ മെർജ് ചെയ്യുക എന്ന് പറയുന്നത് കേൾക്കാൻ കൊള്ളാം, പ്രായോഗികമായി വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ 21 പേരുണ്ട് PSC മെമ്പർമാർ. അത് കുറയ്ക്കുമോ? ഒരു കാരണവശാലും അതിന് സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ കുറവാണ്. എങ്കിൽ പോലും നല്ല കുറേ നിർദ്ദേശങ്ങൾ ഈ ധവളപത്രം പുറത്തു കൊണ്ടുവന്ന കമ്മിറ്റി വെച്ചിട്ടുണ്ട്, വൈറ്റ് പേപ്പർ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചില വിവാദങ്ങളും വന്നിട്ടുണ്ട്. വൈറ്റ് പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെയും UDF ഗവൺമെൻറ് വൈറ്റ് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. വൈറ്റ് പേപ്പർ തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരാണ്, പുറത്ത് കൊടുത്തല്ല. ഇത് പുറത്ത് കൊടുക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനനുബന്ധമായ എല്ലാ ഡോക്യുമെൻറ്റും പുറത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ റിട്ടയർ ആയിട്ടുള്ള KM ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ ഈ ഡോക്യുമെൻറ്റുകൾ സർക്കാരിൻ്റെത് കിട്ടും. അത് AGക്ക് പോലും കൊടുക്കാത്ത പല രഹസ്യ ഡോക്യുമെൻറ്റും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ അത് ഈ പുറത്ത് കിട്ടും എന്ന് കൊടുത്താൽ അതൊരു ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് ക്രമവിരുദ്ധമാണെന്നും ചട്ടവിരുദ്ധമാണെന്നും പറഞ്ഞ് KN ബാലഗോപാൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി പ്രതിപക്ഷത്തിൻ്റെ ഒരു വൈറ്റ് പേപ്പർ വരും എന്നും പറയുന്നുണ്ട്. എന്തായാലും 5.7 ലക്ഷം കോടി രൂപയുടെ നഷ്ടത്തിലുള്ള ഒരു വൈറ്റ് പേപ്പറാണ് വന്നിരിക്കുന്നത്. വലിയ നഷ്ടമാണ്. കാരണം കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാനുണ്ട്, DA ആൻഡ് DR കൊടുക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോർപ്പറേഷനുകളുടെ നഷ്ടമുണ്ട്, കിഫ്ബിയുടെ നഷ്ടമുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോൾ വലിയ ഒരു സംവിധാനമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇതിൻ്റെ പരിഷ്കരണങ്ങൾ നടപ്പിലാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും തീർച്ചയായും ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് വന്നിരിക്കുന്നത്. പെൻഷൻ പ്രായം കൂട്ടുന്നത് സംബന്ധിച്ച് ഗൗരവമായ തീരുമാനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.
ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷേ മറ്റ് DA എന്ന് കൊടുക്കും എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് DR എന്ന് കൊടുക്കുമെന്നുള്ള സംബന്ധിച്ചൊരു തീരുമാനം വന്നിട്ടില്ല. ഇതിപ്പോൾ ധവളപത്രം മാത്രമാണ്. ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പെൻഷൻ പ്രായം കൂട്ടുമോ അല്ലെങ്കിൽ ഇതുപോലെ നിലനിർത്തുമോ, അത് 10 വർഷത്തിലൊരിക്കലാണോ ശമ്പള പരിഷ്കരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിലായിരിക്കും, അല്ലെങ്കിൽ ബഡ്ജറ്റിന് ശേഷമുള്ള തീരുമാനങ്ങളായിരിക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ ശുപാർശകളുടെ രൂപത്തിലാണ് നിൽക്കുന്നത്. നാളെ രാവിലെ എല്ലാവരും കൂടെ കയറി പെൻഷൻ പ്രായം കൂട്ടിയാൽ എത്രയായെന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കരുത്, അതിൻ്റെ കാര്യമില്ല. പെൻഷൻ പ്രായം കൂട്ടിയിട്ടില്ല, പക്ഷേ കൂട്ടണം എന്നുള്ള ശുപാർശ ഇപ്പോഴത്തെ കമ്മിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണമാക്കണം എന്നുള്ള ശുപാർശയും കൊടുത്തിട്ടുണ്ട്. ഈ 2 ശുപാർശയും കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ശുപാർശകളാണ്. പിന്നെ മറ്റ് ഈ പറഞ്ഞ സ്ഥാപനങ്ങളെ മെർജ് ചെയ്യുന്നതും പിന്നെ പല സ്ഥാപനങ്ങളും ഇല്ലാതാക്കുന്നതും അത്തരത്തിലുള്ള ചെലവ് ചുരുക്കുന്നതിനാവശ്യമായതും പ്രൊഫഷണലാക്കുന്നതുമായിട്ടുള്ള തീരുമാനങ്ങൾ പലതും ഒന്നിച്ച് വരുന്നു. വെബ്കെ കോർപ്പറേഷനുണ്ട്, സപ്ലൈകോ ഉണ്ട്, ഇങ്ങനെ പല പല കോർപ്പറേഷനുകളുണ്ട്. അപ്പോൾ ഈ കോർപ്പറേഷനുകളെ ഇങ്ങനെ പല പല കോർപ്പറേഷനുകളെ വെള്ളാനെ പോലെ ഇങ്ങനെ വളർത്തേണ്ട കാര്യമില്ല. അതെല്ലാം കൂടി ഒന്നിപ്പിച്ച് പല കോർപ്പറേഷനുകളും ഒന്നിച്ച് പോകാൻ പറ്റും. അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ ഓരോരുത്തർക്കും ക്ഷേമനിധി ബോർഡുണ്ട്. അങ്ങനെ ക്ഷേമനിധി ബോർഡ് വേണ്ട, അതെല്ലാം കൂടി ഒന്നിപ്പിച്ച് ഒരു ഓഫീസിൻ്റെ സംവിധാനത്തിനകത്ത് ഇത് മതി എന്നുള്ള തീരുമാനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുകയെന്ന്. തീർച്ചയായിട്ടും പെൻഷൻ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് സന്തോഷിക്കാം. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ വരും എന്നുള്ളത് എങ്ങനെ എടുക്കുമെന്നറിയില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇപ്പോൾ 10 വർഷത്തിലൊരിക്കലാണ്. 10 വർഷത്തിലൊരിക്കലാക്കണം എന്നൊരു നിർദ്ദേശം കേരളത്തിലും കിടപ്പുണ്ട്. അതിനി എങ്ങനെ വരുമെന്നറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കുറേയധികം തീരുമാനങ്ങൾ വരും എന്നാണ്, വിസ്മയ തീരുമാനങ്ങൾ വരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വിശ്വസിക്കാം തൽക്കാലം. എന്നിട്ട് കാത്തിരുന്ന് കാണാം പിന്നെ എന്താണ് സംഭവിക്കുകയെന്ന്.